സ്വാഗതം. നമ്മൾ ഇന്ന് ജൂലൈ 2024 ചില പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരുപാട് സംഭവവികാസങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ, ചിലപ്പോൾ ആശങ്കകൾ, വലിയ മാറ്റങ്ങൾ. ശരി, തുടങ്ങാം. ഓക്കെ, അപ്പോ നമുക്ക് സസ്യശാസ്ത്രത്തിൽ തുടങ്ങാം. ഡിഡിമോകോർപ്പസ് ജാനകിയെ ഈ പേരിലൊരു പുതിയ ചെടി കണ്ടെത്തിയ കാര്യം ശ്രദ്ധേയമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ആദ്യത്തെ വനിതാ സസ്യശാസ്ത്രജ്ഞ ഡോക്ടർ ഇ.കെ. ജാനകി അമ്മാൾ, അവരുടെ പേരിലാണ്. അതെ, അതൊരു വലിയ അംഗീകാരം തന്നെയല്ലേ, വെറുമൊരു ചെടിയല്ല. ഒട്ടുമല്ല, ഇത് നമ്മുടെ ശാസ്ത്ര പൈതൃകത്തിനുള്ളൊരു ബഹുമതിയാണ്, പ്രത്യേകിച്ച് വനിതാ ശാസ്ത്രജ്ഞർക്ക്. പിന്നെ ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിലെ ജൈവ വൈവിധ്യം, അതെത്ര വലുതാണെന്നും ഇനിയും എന്തെല്ലാം കണ്ടെത്താനുണ്ടെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. പ്രകൃതിയുടെ കാര്യത്തിൽ തന്നെ അത്ര സന്തോഷമില്ലാത്ത മറ്റൊരു വാർത്തയുണ്ട്. മിന്നാമിനുങ്ങുകൾ. ഓഹോ, അത്. അവയുടെ എണ്ണം കുറയുന്നു. കാരണം നമ്മളുണ്ടാക്കുന്ന ഈ പ്രകാശ മലിനീകരണം. ഏഷ്യൻ ഫയർഫ്ലൈ അസോസിയേഷന്റെ ഒരു പഠനമാണ് ഇത് പറയുന്നത്. അതൊരു ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ഈ രാത്രിയിലുള്ള കൃത്രിമ വെളിച്ചം, അത് മിന്നാമിനുങ്ങുകളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നു. കമ്മ്യൂണിക്കേഷനെയോ? അതെ, അവ ഇണയെ കണ്ടെത്തുന്നത് ആ ബയോലുമിനിസൻസ് വെളിച്ചം വഴിയാണല്ലോ. അതായത് അവയുടെ ആ മിന്നൽ, ഈ പുറമേ നിന്നുള്ള അധിക വെളിച്ചം അതിനെ തടസ്സപ്പെടുത്തും. അപ്പോ അവയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമല്ലേ? തീർച്ചയായും. ഇത് വെറും മിന്നാമിനുങ്ങിന്റെ കാര്യമല്ല, നമ്മുടെ ആവാസവ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു സൂചന കൂടിയാണ്. മനസ്സിലായി. അപ്പോ ഇത്തരം പാരിസ്ഥിതിക കാര്യങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് വലിയ വികസന പദ്ധതികളും വരുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അതിന് അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിന് ഒരു കോഡ് കിട്ടിയല്ലോ, UN ലൊക്കേഷൻ കോഡ് INNY1. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. INNY1. ഈ കോഡ് കിട്ടുന്നതോടെ വിഴിഞ്ഞം ഗ്ലോബൽ ഷിപ്പിംഗ് മാപ്പിൽ ഔദ്യോഗികമായി വരും. അതിന്റെ ഗുണമെന്താണ്? പ്രധാനമായും വലിയ മദർഷിപ്പുകൾക്ക് നേരിട്ട് വിഴിഞ്ഞത്ത് വരാനും പോവാനും സാധിക്കും. കൊളംബോ, സിംഗപ്പൂർ പോലെയുള്ള പ്രധാന ഹബ്ബുകളുമായി മത്സരിക്കാൻ ഇത് അത്യാവശ്യമാണ്. അതായത് ചരക്ക് നീക്കം എളുപ്പമാകും. കേരളത്തിന്റെ വ്യാപാരത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടാകാൻ സാധ്യതയുണ്ട്. ശരിയാണ്. എന്നാലും ഈ വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായും ചില വെല്ലുവിളികളും ഉണ്ടാകുമല്ലോ, അല്ലേ? തീർച്ചയായും ഉണ്ടാകും. വലിയ വികസനം വരുമ്പോൾ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും, അവിടത്തെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും അത്തരം ആശങ്കകൾ പല കോണുകളിൽ നിന്നും വന്നിട്ടുണ്ട്. ആ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നതാണല്ലോ പ്രധാനം. അതെ, വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള ആ സന്തുലിതാവസ്ഥ, അതാണ് എപ്പോഴും വെല്ലുവിളി. സാങ്കേതികവിദ്യയുടെ കാര്യമെടുത്താലും ഇതുപോലെ രണ്ട് വശങ്ങളുണ്ട്. ഒരു ഭാഗത്ത് നോക്കിയാൽ ബംഗളൂരുവിലെ സ്റ്റെം സെൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരൊരു തുണി വികസിപ്പിച്ചത് കണ്ടു, കീടനാശിനിയെ തടയുന്ന തരം. അത് കൊള്ളാം. കഴുകി ഉപയോഗിക്കാവുന്ന തുണി. അതെ. പിന്നെ നമ്മുടെ കെൽട്രോൺ ഉണ്ടാക്കിയ ഹരിതമിത്ര മാപ്പ്, മാലിന്യം ശേഖരിക്കാനൊക്കെ ഹരിതകർമ്മസേനയ്ക്ക് സഹായകമാകും. ഇതൊക്കെ നല്ല കാര്യങ്ങൾ. ശരിയാണ്. പക്ഷെ മറുഭാഗത്ത് കേരളത്തിലെ സൈബർ തട്ടിപ്പുകൾ, അത് ഭയങ്കരമായി കൂടുന്നു. ഒരു ദിവസം ഏകദേശം 85 ലക്ഷം രൂപയാണ് നഷ്ടമാകുന്നതെന്നാണ് കണക്ക് പറയുന്നത്. അത് വളരെ ഞെട്ടിക്കുന്നൊരു കണക്കാണ്. നമ്മൾ ഡിജിറ്റലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഓൺലൈൻ ഇടപാടുകൾ കൂടുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ തട്ടിപ്പുകളും കൂടുന്നു. അതെ. അപ്പോൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ കണക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മാറ്റങ്ങൾക്കിടയിലും നമ്മുടെ സാംസ്കാരികമായ ഓർമ്മകളും ജൂലൈയിൽ കടന്നുവന്നു. വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന്റെ ബാല്യകാലസഖി. ബാല്യകാലസഖി. അതിന് 80 വയസ്സ് തികഞ്ഞു. ജൂലൈ 5 അദ്ദേഹത്തിന്റെ ചരമവാർഷികവുമായിരുന്നു. അതെ, പുതിയ കാലത്തിലേക്ക് പോകുമ്പോഴും ഇത്തരം ഓർമ്മകൾ, ബഷീറിനെ പോലുള്ളവരുടെ എഴുത്തുകൾ, അതൊക്കെ നമുക്ക് പ്രധാനമാണ്, ഒരു വഴികാട്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ചെടി കണ്ടെത്തിയതു മുതൽ മിന്നാമിനുങ്ങിന്റെ പ്രശ്നം, വിഴിഞ്ഞം പോലുള്ള വികസനം, സൈബർ തട്ടിപ്പിന്റെ അപകടം, അങ്ങനെ പലതിലൂടെയും പെട്ടെന്ന് കടന്നുപോയി. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: മാറ്റമെന്നത് സ്ഥിരമാണ്. പുതിയ അറിവുകൾ വരും, പുതിയ അവസരങ്ങൾ വരും, ഒപ്പം തന്നെ പുതിയ വെല്ലുവിളികളും. അതെ. ഇതിനെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ടു പോവുക, അതാണ് കാര്യം. തീർച്ചയായും. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കാനിടട്ടെ. ഒരു ഭാഗത്ത് നമ്മൾ വിഴിഞ്ഞം പോലെ ആയിരക്കണക്കിന് കോടികൾ മുടക്കി വലിയ തുറമുഖമുണ്ടാക്കുന്നു, ലോക നിലവാരത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നു. ശരിയാണ്. അതേസമയം കടലെടുത്തു പോകാതിരിക്കാൻ ചെല്ലാനം പോലുള്ള നമ്മുടെ തീരങ്ങളിൽ 1 കിലോമീറ്ററിന് ഏതാണ്ട് 45 കോടി രൂപയോളം മുടക്കി ടെട്രാപോഡുകൾ വെക്കേണ്ടി വരുന്നു. അതായത് കടൽ ഭിത്തി കെട്ടാൻ.
രണ്ടും യാഥാർത്ഥ്യങ്ങളാണ്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ വലിയ വികവുമായിരുന്നു. നിലനിൽപ്പിനായുള്ള ഇത്തരം വലിയ പ്രതിരോധങ്ങളും ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക? ഈ വികസനവും പ്രകൃതി സംരക്ഷണവും തമ്മിലുള്ള ഒരു ശരിയായ ബാലൻസ് അതെങ്ങനെ കണ്ടെത്താം? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? നമുക്കെല്ലാവർക്കും ഒന്ന് ആലോചിക്കാൻ വിടുന്നു.